ഇന്നുണ്ടല്ലോ ഈ പത്തിരി കുഴക്കാനും പരത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്നാൽ പൊടി തട്ടിയെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് മടിയാണ്. ആകെ കൂടെ പൊടി എല്ലായിടത്തും ആയിട്ട് പിന്നെ അത് തൂത്ത് തുടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് പൊടി നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു കൗണ്ടർ ടോപ്പിൽ മാത്രം ഒതുങ്ങി അവിടെ ഇവിടെ ഒന്നും ആവാത്ത രീതിയിൽ ചെറിയൊരു ഐഡിയ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നാൽ പൊടി ഒരുപാട് ആവില്ല, എന്ന ആവശ്യത്തിന് നമ്മുടെ പത്തിരിയിൽ പൊടി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിപ്പൊടി. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഷാളിൻ്റെ ഒക്കെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, നേർത്തതായിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. നമ്മൾ പൊടി ഇങ്ങനെ കൈകൊണ്ട് തട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ മുകളിലോട്ട് സ്പ്രെഡായിട്ട് വരും. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കുക, ഒന്ന് തിരിച്ച് അപ്പുറത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റുക, കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് പൊടി ആയിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പൊടി തട്ടിക്കൊണ്ട് നിൽക്കുകയും വേണ്ട. ഈ ഒരാളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 2-3 ആളുണ്ടെങ്കിൽ പത്തിരി ഉണ്ടാക്കാനും പരത്താനും ചുടാനും പൊടി തട്ടാനൊക്കെ ആളുണ്ടാകുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നമ്മൾ ഒരാൾ മാത്രം ഒരു എല്ലാ പണിയും ചെയ്യുമ്പോൾ കുഴക്കലും പരത്തലും പൊടി തട്ടലൊക്കെ കൂടി ആകുമ്പോൾ സമയം പോവുകയും ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളത്. പിന്നെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊടി കിഴി കെട്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. അതും യൂസ്ഫുള്ളാണ് കേട്ടോ. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ടില്ലേ, പൊടി ഒരുപാട് ആയിട്ടുമില്ല, എന്നാൽ നമ്മുടെ പത്തിരി തമ്മിൽ ഒട്ടിയിട്ടുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ പത്തിരി പ്രസ്സിലൊന്ന് പരത്തിയാലും എനിക്ക് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാറുണ്ട് കേട്ടോ, കട്ടിയില്ലാതെ. ആ ഒരു പത്തിരി പ്രസ്സിൽ പരത്തി എന്തായാലും നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന ആ ഒരു കട്ടി കുറവ് ആ ഒരു പത്തിരി പ്രസ്സിൽ കിട്ടൂല, അതോ എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുമല്ല, നമ്മളിതുപോലെ പൊടി ചെറുതായിട്ടൊന്നും ആവാത്ത രീതിയിൽ പത്തിരി പ്രസ്സിൽ പരത്തിയെടുത്തിട്ട് നേരെ ചട്ടിയിലേക്ക് കണ്ടിട്ട് ചുട്ടെടുക്കുന്നതിൽ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഒന്നങ്ങോട്ട് പരത്തിയെടുക്കും. അങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുത്താലാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പത്തിരിപ്പണി എടുക്കുമ്പോൾ ഇത്തിരി പൊടിയൊന്നും ആവാണ്ടിരിക്കില്ല. നമ്മൾ കൗണ്ടർ ടോപ്പിലോ നമ്മൾ എവിടെ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് വെച്ചാലും, അപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് ചുട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനതൊന്ന് ചുടുന്നതും കൂടി ഇതിലൊന്ന് കാണിക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗവിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ 2 പാന് വെക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വിറകടുപ്പിലാണെങ്കിൽ വലിയൊരു ചട്ടി ഒന്നങ്ങോട്ട് വെക്കും. പിന്നെ പൊറാട്ടക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. പത്തിരിക്കല്ലുണ്ടെങ്കിൽ അതും വെച്ച് ചുട്ടെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, പെട്ടെന്നായി കിട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റ് പത്തിരി. നമ്മളില്ലേ പത്തിരി പ്രസ്സിൽ പരത്തിയെടുത്തിട്ട് ചട്ടിയിലേക്കാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പൊടി ചെറുതായിട്ട് തട്ടിയെടുത്തിട്ട് പരത്തി ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരീൻ്റെ ആ ഒരു പെർഫെക്ഷന് അതിന് കിട്ടൂല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പൊടി തട്ടുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിലേക്ക് മറക്കരുത് കേട്ടോ.